ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പതിവ് പോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് വീഡിയോസൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കിച്ചണിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു കിടിലൻ ടിപ്പ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ടിപ്സിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ടിപ്പ് എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള വാട്ടർ ബോട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന കുട്ടികൾ ഒരുപാടുണ്ടായിരിക്കും അല്ലേ. കുട്ടികൾക്കൊക്കെ നമ്മൾ വാട്ടർ ബോട്ടിൽ വെള്ളം കൊടുത്തയക്കുമ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ എത്ര കഴുകി വൃത്തിയാക്കിയാലും ഒരു ബാഡ് സ്മെല്ലുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരുപാട് ടിപ്സുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ അഴുക്കുകളൊക്കെ പോയി കിട്ടും. പക്ഷേ ബാഡ് സ്മെല്ല് 2-3 ദിവസം തന്നെ വീണ്ടും തിരിച്ചു വരും അല്ലേ. അപ്പോൾ അതിനുള്ളൊരു കിടിലൻ ടിപ്പാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കിച്ചണിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ചെറിയ ജീരകം ഉണ്ടല്ലോ, അതെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇന്ന് ചെറിയ ജീരകം കുറച്ചെടുത്തിട്ട് ഈ ഒരു ഇത് വെച്ചിട്ടുള്ളൊരു ടിപ്പാണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു സ്വല്പം എടുക്കുക, ഒരു നുള്ളെടുത്തിട്ട് ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെയുള്ള വാട്ടർ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിലാണ്, അല്ലെങ്കിൽ ഏത് വാട്ടർ ബോട്ടിലാണെങ്കിലും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇപ്പോൾ തലേദിവസമാണ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ തലേദിവസം രാത്രി ഇതുപോലെ ചെയ്ത് വെച്ചതിന് ശേഷം രാത്രി ഇതുപോലെ അടച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ എന്തൊക്കെ ലിക്വിഡ് ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ കഴുകുന്ന വെച്ചെങ്കിൽ അതുപോലെ ഒന്ന് കഴുകി കൊടുത്ത് നോക്കിയാൽ അടിപൊളിയായിട്ട് നമുക്ക് കുറേ ദിവസം ഒരാഴ്ചയോളം നമുക്ക് നിൽക്കും കേട്ടോ. ഇതുപോലെ ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കും, നല്ല മണമൊന്നും വരാതെ നിൽക്കും. അപ്പോൾ ആഴ്ചയിൽ ദിവസം ഇതുപോലെ നമുക്ക് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ലീവുള്ള ദിവസം ശനി ഞായറൊക്കെ വരുമ്പോൾ അതുപോലെയുള്ള ഒരു ദിവസങ്ങളിൽ നമുക്ക് ഒരു ദിവസം ചെയ്ത് വെച്ചാൽ നമുക്ക് കുറച്ച് ദിവസത്തിന് ഇതിൻ്റെ ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതെ നിൽക്കും കേട്ടോ. അപ്പോൾ എത്ര നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ല് വരാനിടയുണ്ട് വെള്ളമൊക്കെ നമ്മൾ ആക്കി കൊടുക്കുമ്പോൾ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോവാം. ഇതുപോലെയുള്ള ഗ്ലാസ്സുകൾ നമ്മൾ ചായ ജ്യൂസ് ഇത് ഗ്ലാസ് ആണെങ്കിൽ ഇതുപോലെ പ്ലെയിൻ ഗ്ലാസ് ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ പൊടി പിടിച്ചായിട്ട് കാണാനായിട്ട് പറ്റുമല്ലോ. എത്ര നമ്മൾ കഴുകി വൃത്തിയാക്കിയാലും പിന്നീട് ഉണങ്ങി കഴിയുമ്പോൾ ഇതുപോലെയുള്ള പാടുകൾ അവശേഷിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കാനുള്ള ഒരു കിടിലൻ ടിപ്പായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ഇതുപോലെയുള്ള വിനീഗറാണ്. ഇതെല്ലാവരും വീട്ടിലുണ്ടാവുന്നൊരു സാധനമാണല്ലോ. അത് ഞാൻ ചെറിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറിയ പാത്രം എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ട ഒരു ചെറിയൊരു ടിഷ്യൂ പേപ്പറാണ്. ആ ടിഷ്യൂ പേപ്പർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് കൂടുതൽ നല്ലത്. ഒരു ടിഷ്യൂ പേപ്പർ എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെയുള്ള ഗ്ലാസ്സുകൾ ജസ്റ്റ് ആദ്യം ഞാൻ പുറം ഭാഗത്ത് തുറച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പുറം ഭാഗത്ത് തുറച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റം കാണാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്ക് അതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകി ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഉണങ്ങി കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുത്ത് വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് അഴുക്ക് പൊടിയൊന്നും പിടിക്കില്ല, പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടുകയും ചെയ്യും. ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതിൽ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് വെള്ളം ഉപയോഗിച്ചിട്ടൊന്ന് വാഷ് ചെയ്ത് കൊടുത്താലും മതി. അടിപൊളി ടിപ്പാണ്. അപ്പോൾ നമുക്ക് നേരത്തെ കണ്ട ഗ്ലാസ്സും ഇത് തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ പൊടി പിടിച്ച ഗ്ലാസ്സോ അതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ്സുകളിലാണ് പെട്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെയുള്ള ഗ്ലാസ്സുകൾ അതുപോലെ ബൗളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വിനീഗർ വീട്ടിലുണ്ടാകുമ്പോൾ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടിപൊളി ടിപ്പാണ്. പെട്ടെന്ന് തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ, നല്ല തിളങ്ങും. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. ഇതുപോലെയുള്ള നഖം വെട്ടി അതുപോലെ തന്നെ മൂർച്ച കുറഞ്ഞ കത്രിക എല്ലാവരുടെ വീട്ടിലുണ്ടാവും അല്ലേ. 2-3 തവണ വെച്ച് പെട്ടെന്ന് നമുക്ക് കത്രികയുടെ മൂർച്ചയൊക്കെ കുറയും. അതുപോലെ തന്നെ നെയിൽ കട്ടർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സാധനമായതുകൊണ്ട് അപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ മൂർച്ചയൊക്കെ പെട്ടെന്ന് കൂടി കിട്ടാനുള്ള ഒരു കിടലൻ ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ കത്രികയുടെയും അതുപോലെ തന്നെ നെയിൽ കട്ടറിൻ്റെ മൂർച്ച കൂടാനുള്ള ടിപ്പുകളൊക്കെ മുൻപ് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. ഇതൊരു പുതിയ ടിപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെയുള്ള മുട്ടത്തോട് എല്ലാവരും വീട്ടിലുണ്ടാവില്ലേ. ഇതുപോലെ നമ്മൾ മുട്ടയൊക്കെ എപ്പോഴും സ്ഥിരമായിട്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനമാണല്ലോ. ആ മുട്ടത്തോട് കിട്ടുമ്പോൾ ഇതുപോലെ നമ്മൾ മുറിച്ച് കുറഞ്ഞ നെയിൽ കട്ടർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. ജസ്റ്റ് മുട്ടത്തോട് ആ ഭാഗത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് മുറിച്ച് കൂടി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലെ കത്രികകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ചെറുതാക്കി ഒന്ന് വെട്ടിക്കൊടുക്കുക. പിന്നീട് മീൻ മുറിക്കാൻ നമുക്കത് നല്ല രീതിയിൽ നമുക്കത് അനുഭവപ്പെടും കേട്ടോ. പെട്ടെന്ന് തന്നെ മുറിച്ച് കൂടി കിട്ടുന്നതായിട്ട് കാണാം. അപ്പോൾ ഒരു അടിപൊളി ടിപ്പാണ്. അപ്പോൾ ഇനി മുട്ടത്തോട് കിട്ടുമ്പോൾ തീർച്ചയായും ചെയ്ത് കൊടുത്ത് നോക്കാം. ഇതുപോലെയുള്ള മൂർച്ച കുറഞ്ഞ കത്രികയോ അതുപോലെ തന്നെ നെയിൽ കട്ടറോ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കാം കേട്ടോ. ഒരു അടിപൊളി ടിപ്പാണ്. എല്ലാവരും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.
പെട്ടെന്ന് തന്നെ മുറിച്ച് കൂടി കിട്ടാനുള്ള അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. ഇപ്പം നമ്മൾ കറിയൊക്കെ അടുക്കളയിൽ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ഇളക്കി കയ്യിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വേവാനായിട്ട് ഇനി ടൈം കുടിക്കുന്നു വെച്ചെങ്കിൽ നമ്മൾ കൈകളൊക്കെ താഴെ ഗ്യാസിൻ്റെ മുകളിലോ അതല്ലെങ്കിൽ നമ്മൾ താഴെ ടൈലിൻ്റെ മുകളിലോ അത് സ്ലാബിൻ്റെ മുകളിലൊക്കെ വെച്ച് കൊടുത്തിട്ട് പോകും അല്ലേ. അങ്ങനെയാണ് ഇപ്പോൾ അത് എല്ലാവരും ചെയ്യാറ് അല്ല. അപ്പം ഗ്യാസിൻ്റെ മുകളിലായിട്ട് വെക്കുമ്പോൾ ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്ത് നോക്കണം, കൂടുതലും നല്ല കേട്ടോ. അപ്പോൾ അത് അവിടെയൊക്കെ നമ്മൾ അങ്ങനെ വെച്ച് കൊടുത്തില്ലെങ്കിൽ നമ്മൾ താഴെ വെച്ചിട്ട് അപ്പോൾ ഗ്യാസ് തുടയ്ക്കേണ്ടി വരും. അപ്പുറത്തെ സൈഡിൽ വെക്കുമ്പോൾ ഇതുപോലെ ടൈലിൻ്റെ മുകളിലോ അല്ലെങ്കിൽ നമ്മൾ ഗ്രാനൈറ്റിൻ്റെ ഭാഗമൊക്കെ തുടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ട് നമുക്ക് വൃത്തികേടായിട്ട് എപ്പോഴും ഗ്യാസ് തുറക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ഇതുപോലെ ഒന്ന് നമുക്ക് ശ്രദ്ധിച്ച് നമുക്ക് ജോലികൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പണികളും എളുപ്പമാക്കാം കേട്ടോ. ഇതുപോലെ ഇപ്പോൾ സ്പൂൺ റസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ കിട്ടുന്നുണ്ട്, ചെറിയൊരു സ്പൂൺ പോലെയുള്ള ഒരു സാധനം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതുപോലെയുള്ള നമ്മൾ ഉപയോഗിച്ച കറികളിലൊക്കെ ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഉപയോഗിച്ച് ഇതുപോലെ സ്പൂൺ വെക്കാനായിട്ട് അത് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതൊന്നും വേണമെന്നില്ല, നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്താൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. ഇതൊരു കിഡിലൻ ടിപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ സ്ഥിരം ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി വെച്ചുള്ള ഒരു കിഡിലൻ ടിപ്പാണ് ഇനി കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലൊരു കോട്ടൻ്റെ തുണി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് കട്ടി കൂടിയ തുണിയാണ്. അപ്പോൾ ഇതിലും കനം കുറഞ്ഞ തുണി ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു വെള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. വെള്ള തുണി ഒന്നും വേണമെന്നില്ല കേട്ടോ, ഏത് കളർ തുണിയാണെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ തമ്മയിൽ ഇടുമ്പോൾ ഒരു ഇതിന് വേണ്ടിയിട്ട് എടുത്താണ് വെള്ള കളറുള്ള തുണി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കിഴി പോലെ നമുക്കൊന്ന് കെട്ടിയെടുക്കാം. എല്ലാം മൂലയും പിടിച്ച് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലൊരു റബ്ബർ പാൻറ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇത് റബ്ബർ പാൻറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചുള്ള സൂത്രം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചുള്ള സൂത്രം എന്താണെന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇത് കിഴി വെച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ള കിടിലൻ വിദ്യയാണ് കേട്ടോ. ഇതിപ്പം ഈ ഗ്യാസിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് എപ്പോഴും ഉറുമ്പിൻ്റെ ശല്യം ഈ ഒരു ചെമ്പരിൻ്റെ ഭാഗത്തായിട്ട് മിക്കപ്പോഴും ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജസ്റ്റ് ഈ കിഴി കൊണ്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്ത് നോക്കിയാൽ ചെറുതായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറുതായിട്ട് മഞ്ഞൾപ്പൊടിയുടെ പൊടിയൊക്കെ ഇതിൻ്റെ അംശമായിട്ട് ഇതിലേക്ക് വീഴും. അപ്പോൾ നമുക്ക് വിചാരിക്കുന്നുണ്ടാവും ചെറിയ സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുത്താൽ മതിയെന്ന്. അപ്പോൾ ഒരുപാട് മഞ്ഞൾപ്പൊടി ആവുകയും ചെയ്യും, പെട്ടെന്ന് വൃത്തികേടാവണ പോലെ തോന്നും. അപ്പോൾ ഇതുപോലെയുള്ള ഇത് ഇത്തിരി കനം കൂടിയ തുണി ആയതുകൊണ്ട് കേട്ടോ, പെട്ടെന്ന് അധികം വരാത്ത ഇത്തിരി കനം കുറഞ്ഞ തുണി എടുക്കണം കൂടുതലും നല്ലത്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഗ്യാപ്പുകളിട്ട് ഗ്രാനൈറ്റിൻ്റെ ചെറിയ ചെറിയ ഗ്യാപ്പുകളിലൊക്കെ പെട്ടെന്ന് ഇതുപോലെ ഉറുമ്പുകളൊക്കെ ശല്യം വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ ഒന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി ഈ കിഴിയൊന്ന് കൊട്ടി കൊടുത്ത് നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് മഞ്ഞൾപ്പൊടി വരും കേട്ടോ. അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ അവിടെ ഉറുമ്പുകളുടെ പ്രാണി ചെറിയ ചെള്ളുകൾ അതുപോലെ ഈച്ചകളുടെ ശല്യങ്ങളൊക്കെ ഒഴിവായി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഗ്യാസുകൾ ജോലിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ രാത്രി നമ്മൾ ക്ലീൻ ചെയ്തിട്ടൊക്കെ പോവില്ലേ, ആ ഒരു ടൈമിൽ നമുക്ക് ഇതുപോലെ ഈ കിഴിയൊന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ കൊട്ടി കൊടുത്തു കഴിഞ്ഞാലും അവിടെ ഈ ഉറുമ്പിൻ്റെയും ഈച്ച പ്രാണികളുടെ ശല്യമൊക്കെ ഒഴിവായി കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലെ കബോർഡുകളിൽ നമ്മൾ പരിപ്പ് പയർ വർഗ്ഗങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു ഭാഗം ഉണ്ടാവില്ലേ, അവിടെ ഇതുപോലെ കിഴിയൊന്ന് കെട്ടിവെച്ച് നോക്കിയാൽ ചെറിയ ചെറിയ ചെള്ളുകൾ ഉറുമ്പുകളൊക്കെ വരാനുള്ള ചാൻസ് വളരെയധികം കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള കിഴിയൊക്കെ ഒന്ന് മഞ്ഞൾപ്പൊടി ചെറിയൊരു ഇതിൽ കെട്ടി കഴിഞ്ഞിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ഉറുമ്പിൻ്റെ പ്രാണികളുടെ ശല്യം തടയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ കിച്ചണിൽ ജനലിൻ്റെ ഈ സൈഡിലായിട്ട് ഇതുപോലെ നമുക്ക് കണ്ടുവരാറുണ്ട് പ്രാണികളുടെ ഇതുപോലെ ചെറിയ ചെറിയ ഉറുമ്പുകളുടെ ഒരുപാട് ശല്യം ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ അവിടെയൊക്കെ നമുക്കിത് ഇതുപോലെ ഒന്ന് കൊട്ടി കൊടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഉറുമ്പ് ഈച്ചകളുടെ ശല്യം ഒക്കെ കുറയും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെറിയൊരു ടിപ്പാണല്ലോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പോൾ അതുപോലെയുള്ള ഈ ഒരു ചുമരിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഭാഗം ഉണ്ടാവുമല്ലോ, അവിടെ നമ്മൾ ചെറിയൊരു ഗ്യാപ്പുകൾ ഉണ്ടാവും. കുറേയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയ ചെറിയ ഗ്യാപ്പുകളിൽ എപ്പോഴും ഉറുമ്പിൻ്റെ കുന്നുകൂടി ചെറിയ മൺതരികളൊക്കെ വന്ന് ഇങ്ങനെ നിറയാനിടയുണ്ട് അല്ലേ, മിക്കവരുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ അത് വരാനാക്കി ഇതുവരെ നമുക്ക് ചെയ്തു കൊടുത്ത് നോക്കിയാൽ നല്ല ഉപകാരപ്രദമായ ടിപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.